വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് റീസെന്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അത് വർക്ക്ഔട്ട് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റൻ പെട്ടെന്ന് നോക്കാം. Given below are two statements. Statement 1. Mycoplasma can pass through less than 1 micron filter size. And statement 2. Mycoplasma are bacteria with cell wall. In the light of the above statements, choose the most appropriate answer from the options given below. Okay. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മളോട് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ മൈക്കോപ്ലാസ്മയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസം ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആണ്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 0.1 to 0.3 മൈക്രോമീറ്റർ ഒക്കെയാണ് അതിന്റെ ഡയമീറ്റർ വരുന്നത്. മാക്സിമം പോയി കഴിഞ്ഞാൽ 1 വരെയൊക്കെ അത് പോകാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ ഒന്നുകൂടി. മൈക്കോപ്ലാസ്മ ക്യാൻ പാസ് ത്രൂ ലെസ് ദാൻ 1 മൈക്രോൺ ഫിൽറ്റർ സൈസ് പേപ്പർ. ഓക്കെ. ആ ഒരു പെർട്ടിക്കുലർ ഫിൽറ്റർ സൈസിൽ ഉറപ്പായിട്ട് മൈക്കോപ്ലാസ്മയ്ക്ക് പാസ് ചെയ്യാൻ പറ്റും. നോ ഡൗട്ട് ഇൻ ദാറ്റ്. ഓക്കെ. കാരണം അതിന്റെ സൈസ് അത്രയും ചെറുതാണ്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. ഓക്കെ. അപ്പൊ അത് ഏറ്റവും സ്മോളസ്റ്റ് ഓർഗാനിസം ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. മൈക്കോപ്ലാസ്മ ആർ ബാക്ടീരിയ. ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. യെസ്, ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ബാക്ടീരിയ വിത്ത് സെൽ വാൾ. ഓക്കെ. അപ്പൊ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ടൈനി ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടെ സെൽ വാളിന്റെ പ്രസൻസ് ഇല്ല. സോ ദാറ്റ് യു ഹാവ് ടു ബി കെയർഫുൾ. ഓക്കെ. അതായത് ഇങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുള്ളൂ സ്റ്റേറ്റ്മെന്റ്സിൽ. അപ്പൊ നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ ഇതുപോലെ ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് ആൻസർ തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ളത്. ഓക്കെ. അപ്പൊ അവിടെ നിന്നാണ് സെൽ വാൾ ഇല്ല. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ. പിന്നെ മൈക്കോപ്ലാസ്മയെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടുതലും എന്താണ്? പാത്തോജനിക് ആണ്. ഇതൊരു പാത്തോജൻ ആണ്. ആനിമൽസിലാണെങ്കിലും പ്ലാന്റ്സിലാണെങ്കിലും നമുക്ക് എന്താണ് ഇതിനെ പാത്തോജൻ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റേറ്റ്മെന്റ് 1 is correct, but statement 2 is incorrect. അത് വരുന്ന ഏതാണ്? ബി ആണ് ഓപ്ഷൻ. Okay. So I hope this question is clear. So we'll meet again. Thank you and bye bye.